ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജ്യുബി. നമ്മളിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The Huajiang Canyon Bridge, known as the tallest bridge in the world, is a symbol of modern engineering achievement. Is in which country? അതായത് Huajiang Canyon എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം. ആ പാലം വേൾഡിൽ തന്നെ ടോളസ്റ്റ് ആയിട്ടുള്ള, ലോങ്ങസ്റ്റ് അല്ല, അത് ശ്രദ്ധിക്കുക. ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞാൽ നീളത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്, ഇത് ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ടോളസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് വരാൻ പോകുന്നത് ഏത് രാജ്യത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബ്രസീൽ, റഷ്യ, ചൈന, ജർമ്മനി. ഇത് 4 എണ്ണമാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ചൈനയാണ് ഇതിൻ്റെ ആൻസർ. ചൈനയിലെ ഈ ബ്രിഡ്ജിൻ്റെ പേരാണ് ഹുവാൻജിയാങ് കാനിയൻ ബ്രിഡ്ജ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് നോക്കാം. എന്താണ് കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് ആകാൻ പോകുന്നതേ ഉള്ളൂ, ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഇനോഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കുമേ ഇത് വേൾഡ് ലോങ്ങസ്റ്റ് ആകത്തുള്ളൂ. അപ്പം നിലവിലെ ടോളസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് മിലാവോ വിയാഡക്റ്റ് ആണ്. മിലാവോ വിയാഡക്റ്റ് ഫ്രാൻസിലെ ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 343 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഈ ഹുവാജിയാങ് കാനിയൻ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കണ്ടേ. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 625 മീറ്ററാണ്, അല്ലെങ്കിൽ 2051 ഫീറ്റാണ്. ഓക്കെ, ഇനി ഇത് ഏത് റിവറിൻ്റെ മേളിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഡീപ്പൻ റിവറിൻ്റെ മേളിലാണ് ഈ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇതിൽ നമ്മൾ ഇതിൽ നിന്നല്ല പുറത്തുനിന്നൊരു കാര്യം, ഒരു ജസ്റ്റ് ജനറൽ ആയിട്ടൊരു കാര്യം കൂടെ പറയാം. ഇന്ത്യൻ അംബാസിഡർ ടു ചൈന ആരാണെന്ന് നോക്കണം. ഇന്ത്യൻ അംബാസിഡർ ടു ചൈന ആരാണെന്ന് നോക്കാം. ആരാണ്? പ്രദീപ് കുമാർ റാവത്ത് ആണ്. ഓക്കെ, പ്രദീപ് കുമാർ റാവത്ത്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ? മിലാവോ വിയാഡക്റ്റ് ആണ് നിലവിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബ്രിഡ്ജ്. 343 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഹുവാജിയാങ് കാനിയൻ ബ്രിഡ്ജ്, ചൈനയിൽ വരാൻ പോകുന്ന ഈ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 625 മീറ്റർ, അല്ലെങ്കിൽ 2051 ഫീറ്റ്. അതാണ് അതിൻ്റെ ഹൈറ്റ്. പിന്നെ അത് ഡീപ്പൻ റിവറിൻ്റെ മേളിലാണ് ഈ പാലം കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്ന് നമ്മളൊരു പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യൻ അംബാസിഡർ ചൈന ആരാണെന്ന് പറഞ്ഞു. അത് ആരാണ്? പ്രദീപ് കുമാർ റാവത്താണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ വാസ് നെയിംഡ് ദ ലീഡിംഗ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ഇൻ 2025 എഡിഷൻ ഓഫ് വിസ്ഡൻ ക്രിക്കറ്റർ അൽമനാക്ക്? അപ്പം ഈ വിസ്ഡൻ ക്രിക്കറ്റർ അൽമനാക്ക് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ബുക്കാണ്. എന്താണ്? ഒരു സ്പോർട്സ് ബുക്കാണ്. ഇത് 161ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇറക്കിയത്. ആ സ്പോർട്സ് ബുക്കിൻ്റെ റാങ്കിങ് അനുസരിച്ച് അവരുടെ 2025 എഡിഷൻ്റെ കണക്ക് ഇതനുസരിച്ചിട്ട് വേൾഡിൽ തന്നെ, ലോകത്തിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള മെൻസ് ക്രിക്കറ്റർ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, ബെൻ സ്റ്റോക്സ്, കെയ്ൻ വില്യംസൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയാണ് ഇതിൻ്റെ ആൻസർ. ഇന്ത്യൻ ക്രിക്കറ്റർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ജസ്പ്രീത് ബുംറയ്ക്ക് 2024-25 കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് നല്ലൊരു കാലഘട്ടമാണ്. കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നോക്കി പോവാം. എന്താണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം അദ്ദേഹത്തിന് ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടി. ഈ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയറിന് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് സർ ഗർഫീൽഡ് സോബേഴ്സ് അവാർഡ്. സർ ഗർഫീൽഡ് സോബേഴ്സ് അവാർഡ്. ഓക്കെ, അത് വിൻ ചെയ്തത് ജസ്പ്രീത് ബുംറയാണ്. ഇത് ഈ ICC എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാലോ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്.
ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് വിൻ ചെയ്യുന്ന 5ാമത്തെ ഇന്ത്യക്കാരനാണ് ജസ്പ്രീത് ബുംറ. എത്രാമത്തെ ഇന്ത്യക്കാരനാണ്? 5ാമത്തെ. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ് BCCI മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് പോളി ഉംറിഗർ അവാർഡ്. പോളി ഉംറിഗർ അവാർഡ്. ഓക്കെ. ഇദ്ദേഹത്തിന് 3ാമത്തെ തവണയാണ് പോളി ഉംറിഗർ അവാർഡ് കിട്ടുന്നത്. ജസ്പ്രീത് ബുംറയ്ക്ക് 3ാമത്തെ തവണയാണ് പോളി ഉംറിഗർ അവാർഡ് കിട്ടുന്നത്. ഈ പോളി ഉംറിഗർ അവാർഡ് തന്നെ 3ൽ കൂടുതൽ തവണ വിൻ ചെയ്തത് വിരാട് കോഹ്ലി മാത്രമാണ്. 5 തവണ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കി പോവാം. ഹു വാസ് നെയിംഡ് ദ ലീഡിംഗ് മെൻസ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ഇൻ 2025 എഡിഷൻ ഓഫ് വിസ്ഡൻ ക്രിക്കറ്റർ അൽമനാക്. അത് ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അദ്ദേഹമാണ് വിൻ ചെയ്തത്. ഇതൊരു 161ാമത്തെ എഡിഷനാണ് ഈ വിസ്ഡൻ ക്രിക്കറ്റേഴ്സ് അൽമനാക് എന്ന് പറയുന്നത്. ഒരു സ്പോർട്സ് ബുക്കാണ്. അദ്ദേഹത്തിന് ജസ്പ്രീത് ബുംറയ്ക്ക് 2 അവാർഡ് മേജർ ആയിട്ടുള്ള അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ. അത് ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയറും സർ ഗർഫീൽഡ് സോബേഴ്സ് അവാർഡ്. അദ്ദേഹത്തിന് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് സർ ഗർഫീൽഡ് സോബേഴ്സ് അവാർഡ്. 5ാമത്തെ ഇന്ത്യക്കാരനാണ് ഈ അവാർഡ് വിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് BCCI മെൻസ് ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡും അദ്ദേഹമാണ് വിൻ ചെയ്തത്. ആ അവാർഡിന്റെ പേരാണ് പോളി ഉംറിഗർ അവാർഡ്. ഓക്കെ, അത് 3rd ടൈം അദ്ദേഹം 3 തവണ ഈ അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീഡിംഗ് വുമൻസ് ക്രിക്കറ്റർ ഇൻ ദ വേൾഡ് ഇൻ 2024 അക്കോർഡിംഗ് ടു വിസ്ഡൻ ഈസ്. അതാണ് ക്വസ്റ്റ്യൻ. അതായത് വിസ്ഡൻ പ്രകാരം 2024 ലീഡിംഗ് വുമൺ ക്രിക്കറ്റർ ആരാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സ്മൃതി മന്ദാനയ്ക്ക് കുറച്ച് അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിപ്പോവാം. ICC ODI വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് സ്മൃതി മന്ദാനയ്ക്കാണ്. ICC ODI വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടി. പിന്നെ BCCയുടെ തന്നെ വുമൺ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സ്മൃതി മന്ദാനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. ICCI വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയറും BCCI വുമൺ ഇന്റർനാഷണൽ ക്രിക്കറ്റർ ഓഫ് ദ ഇയറും. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ 2025 ഏഷ്യ അണ്ടർ-18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹെൽഡ്? 2025 ഏഷ്യൻ അണ്ടർ-18 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് നടന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബാങ്കോക്ക് തായ്ലൻഡ്, താഷ്കന്റ് ഉസ്ബെക്കിസ്ഥാൻ, കോട്ടീവ് സൗദി അറേബ്യ, ദോഹ ഖത്തർ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? കോട്ടീവ് സൗദി അറേബ്യയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇപ്പം ഇന്ത്യ ഫൈനലിൽ ഇന്ത്യക്ക് 11 മെഡലാണ് വിൻ ചെയ്തത്. 1 ഗോൾഡും 5 സിൽവറും 5 ബ്രോൺസും ഇന്ത്യക്ക് വിൻ ചെയ്തു. അപ്പം ഈ 1 ഗോൾഡ് ഇന്ത്യ എന്തൊക്കെയാണ് വിൻ ചെയ്തത്? 1 ഗോൾഡ്, 5 സിൽവറും 5 ബ്രോൺസും. ഈ 1 ഗോൾഡ് ആരാണ് വിൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഹിമാൻഷു ജക്കറാണ് വിൻ ചെയ്തത്. ഹിമാൻഷു ജക്കറാണ് അത് വിൻ ചെയ്തത്. ഓക്കെ, ഹിമാൻഷു ജക്കർ. ഏത് ഐറ്റമാണോ നോക്കുമ്പോൾ ജാവലിൻ ത്രോയ്ക്കാണ് ഇദ്ദേഹം വിൻ ചെയ്തത്. അദ്ദേഹം എറിഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം 67.57 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. നമുക്കിനി ഇപ്പോൾ ഇത് മനസ്സിലായത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് നാസ റോവർ ദാറ്റ് ഡിസ്കവേർഡ് ലോങ് ചെയിൻ ഓർഗാനിക് മോളിക്യൂൾസ് ഇൻ ഗെയിൽ ക്രാറ്റർ ഓൺ മാർസ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. പെർസിവറൻസ്, സ്പിരിറ്റ്, ക്യൂരിയോസിറ്റി, ഓപ്പർച്യൂണിറ്റി. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ക്യൂരിയോസിറ്റിയാണ്. അപ്പം നാസയുടെ ഒരു റോവർ, ആ റോവറിന്റെ പേരാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന റോവർ എന്താണ്? ലോങ് ചെയിൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് മോളിക്യൂൾ എവിടെ? ഗെയിൽ ക്രാറ്റർ
മാഴ്സിലെയാണ്. മാഴ്സിലെ ഗെയിൽ ക്രാറ്ററിൽ ഡിസ്കവർ ചെയ്തു. ക്രാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഒരു ഗർത്തത്തിനെയാണ് പറയുന്നത് ക്രാറ്റർ എന്ന് പറയുന്നത്. അപ്പം നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് US ആണ്. നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിങ്ടൺ DC ആണ്. വാഷിങ്ടൺ DC US ആണ്. ഇതുപോലെ ഇത് US-ന്റെ സ്പേസ് ഏജൻസിയുടെ പേരാണ് നാസ. ഇതുപോലെ തന്നെ റഷ്യയുടെ സ്പേസ് ഏജൻസിയുടെ പേര് നമുക്ക് നോക്കാം. റഷ്യയുടെ സ്പേസ് ഏജൻസിയുടെ പേരാണ് റോസ്കോസ്മസ്. ഇനി ചൈനയുടെ സ്പേസ് ഏജൻസിയുടെ പേര് നമുക്ക് നോക്കാം. എന്താണ് ചൈനയുടെ സ്പേസ് ഏജൻസിയുടെ പേരാണ് CNSA. എന്താണ് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ എന്താണ് ഇപ്പൊ നാസയുടെ റോവർ ആയിട്ടുള്ള ക്യൂരിയോസിറ്റി ഒരു ലോങ് ചെയിൻ ഓർഗാനിക് മോളിക്യൂൾ ഗെയിൽ ക്രാറ്റർ മാഴ്സിൽ ഡിസ്കവർ ചെയ്തു. അപ്പൊ അത് ആയിട്ട് ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഓക്കെ, Which application of Ministry of Women and Child Development received the Prime Minister's Award for Excellence in Public Administration 2024 under the Innovation category? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ 2024 എന്താണ് പഞ്ചായത്ത് രാജ് അവാർഡ് ഇപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആയിരുന്നു. എന്ന് April 24. അപ്പം April 24 പഞ്ചായത്ത് രാജ് ഡേയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പ്രൈം മിനിസ്റ്റർ അവാർഡ് പ്രസന്റ് ചെയ്തു. അപ്പം അതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 2024 കാറ്റഗറിയിലെ എക്സലൻസ് അവാർഡ് വിൻ ചെയ്തത് ഏത് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആധാർ ട്രാക്കർ, സ്വച്ഛ് ഭാരത് ആപ്പ്, പോഷൻ ട്രാക്കർ, ഗവർണൻസ് ആപ്പ്. ഇതിലേതാണെന്ന് നമുക്ക് നോക്കാം. പോഷൻ ട്രാക്കർ ആണ് ഈ അവാർഡ് വിൻ ചെയ്തത്. ഓക്കെ, പോഷൻ ട്രാക്കർ ആണ് ഈ അവാർഡ് വിൻ ചെയ്തത്. ഇതാണ് അവരുടെ ലോഗോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി നോക്കിപ്പോവാം. ഇത് നമുക്ക് എല്ലാ എക്സാമിനും ഉപയോഗപ്പെടും, അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. അന്നപൂർണ ദേവിയാണ്. ഓക്കെ, അന്നപൂർണ ദേവിയാണ് മിനിസ്റ്റർ ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ എന്നാണ് April 24. നാഷണൽ പഞ്ചായത്തി രാജ് ഡേ April 24. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് പ്രസന്റ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടെ ഉണ്ട്. നാഷണൽ പഞ്ചായത്ത് അവാർഡ് 2025 കൺഫേർഡ്. ബീഹാറിൽ വെച്ചിട്ടാണ് അവാർഡ് കൊടുത്തത്. ക്ലൈമറ്റ് ആക്ഷൻ സ്പെഷ്യൽ പഞ്ചായത്ത് അവാർഡ് അത് വിൻ ചെയ്തതെന്ന് പറയുമ്പോൾ നവ്വ ഗ്രാം പഞ്ചായത്ത് ഗോണ്ടിയ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്രയാണ് വിൻ ചെയ്തത്. നെക്സ്റ്റ് ആത്മനിർഭർ പഞ്ചായത്ത് സ്പെഷ്യൽ അവാർഡ് വിൻ ചെയ്തത് മാൾ ഗ്രാം പഞ്ചായത്ത് രംഗറെഡ്ഡി ഡിസ്ട്രിക്ട് തെലങ്കാനയാണ് വിൻ ചെയ്തത്. നെക്സ്റ്റ് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ ആ അവാർഡ് വിൻ ചെയ്തത് ആരാണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇത് ജസ്റ്റ് നിങ്ങൾ വേണമെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക, പക്ഷെ നോട്ട് ചെയ്ത് വെച്ചാൽ ഉപകാരപ്പെടും. ഇതിൽ ഫസ്റ്റ് പ്രൈസ് ഉള്ളവർക്ക് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് എത്രയാണ്? 1 കോടി രൂപയാണ്. സെക്കൻഡ് പ്രൈസ് എത്രയാണ്? 75 lakh ആണ്. തേർഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 50 lakh ആണ്. ഓക്കെ, ഇപ്പോഴത്തെ എക്സാംസിന്റെ രീതി അനുസരിച്ച് വേണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുത്തു എന്ന് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ പോയിന്റ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടെയാണ്. April 25 എന്താണ്? വേൾഡ് മലേറിയ ഡേ ആണ്. April 25 എന്താണ്? വേൾഡ് മലേറിയ ഡേ ആണ്. നമ്മളിപ്പോൾ ഒരു ഡേ നോക്കിയല്ലോ, അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡേയ്സും കൂടെ നമുക്ക് നോക്കാം. തീം എന്ന് പറഞ്ഞാൽ മലേറിയ എൻഡ്സ് വിത്ത് അസ്
റീഇൻവെസ്റ്റ്, റീഇമേജിൻ, റിഗ്നൈറ്റ് എന്നാണ് അതിൻ്റെ തീം. മലേറിയ കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് വഴിയിട്ടാണ്. സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫീമെയിൽ അനോഫലസ് മൊസ്കിറ്റോസ് വഴിയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 25 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് ഡേയ്സും കൂടെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നാഷണൽ ടെലിഫോൺ ഡേ. നാഷണൽ ടെലിഫോൺ ഡേ ആണ് ഏപ്രിൽ 25. പിന്നെ എന്താണ്, വേൾഡ് പെൻഗ്വിൻ ഡേ 25 ഏപ്രിൽ. പിന്നെ നാഷണൽ DNA ഡേയും ആണ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ്. ഓക്കെ, നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. In which year was Indus Water Treaty signed between India and Pakistan? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കരാറിൻ്റെ പേരാണ് എന്താ, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു കരാറിൻ്റെ പേരാണ്. അത് ഏത് വർഷം സൈൻ ചെയ്തു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. 1947, 1956, 1960, 1972. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1960, 1916 ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, 1916 സെപ്റ്റംബർ 19. ഓക്കെ, സെപ്റ്റംബർ 19 ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത്. ഈ ന്യൂസ് എന്തുകൊണ്ട് ഇപ്പോൾ വന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിലെ പഹൽഗാമിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു. നമ്മുടെ 26 ഇന്ത്യൻ ടൂറിസ്റ്റുകളെയാണ് വധിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇപ്പം എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ന്യൂസ് ഇതിപ്പോൾ ന്യൂസിൽ വന്നത്. ദെൻ 1916 ഇത് എന്ത് ചെയ്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് ഈ എഗ്രിമെന്റ് കറാച്ചിയിൽ വെച്ച് സൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് എയർപോർട്ട് ഇൻ ഇന്ത്യ ബിക്കം ഫസ്റ്റ് ഇൻ ഏഷ്യ ടു ഏൺ ലെവൽ 5 കാർബൺ അക്രഡിറ്റേഷൻ? അതായത് ഒരു നെറ്റ് സീറോ കാർബൺ എമിഷൻ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ നെറ്റ് സീറോ കാർബൺ എമിഷനിലെ ടോപ്പ് ലെവലാണ് ലെവൽ 5. അത് അച്ചീവ് ചെയ്ത ഇന്ത്യൻ എയർപോർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ നോക്കാം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരു, ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്, പൂനെ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടാണ്, ബംഗളൂരു. ഓക്കെ, ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് എയർപോർട്ട് റിസീവ്ഡ് ഗ്രീൻ എയർപോർട്ട് റെക്കഗ്നേഷൻ 2025 അവാർഡ് ബൈ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ഏഷ്യ പസഫിക് ആൻഡ് മിഡിൽ ഈസ്റ്റ്? അപ്പം എയർപോർട്സ് കൗൺസിൽ ഇന്റർനാഷണൽ ഏഷ്യ പസഫിക് ആൻഡ് മിഡിൽ ഈസ്റ്റ് അവരുടെ എന്താണ് ഗ്രീൻ എയർപോർട്ട് റെക്കഗ്നേഷൻ വിൻ ചെയ്ത എയർപോർട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുമ്പം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇതിൻ്റെ ഉത്തരം. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ ഗ്രീൻ എയർപോർട്ട് റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. അവരുടെ ഏവിയേഷൻ വഴിയിട്ട് എൻവയോൺമെന്റിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും, അതായത് കാർബൺ എമിഷനോ അങ്ങനെയൊന്നും വരാതെ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഇവർ സ്വീകരിക്കുന്ന നടപടികളെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇവർക്ക് ഈ അവാർഡ് വിൻ ചെയ്തത്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The new species discovered, namely fish species discovered, namely Labio uru and Labio cicada from Chandragiri River and Chalakudi River respectively by researchers at the Center for Peninsular Aquatic Genetic Resources, Kochi. അപ്പോൾ എന്താണ്, സെൻറ്റർ ഫോർ പെനിൻസുലർ അക്വാട്ടിക് ജെനറ്റിക് റിസോഴ്സസ് കൊച്ചിയിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ 2 പുതിയ ഫിഷ് സ്പീഷീസിനെ ഡിസ്കവർ ചെയ്തത്. അതിൻ്റെ പേരെന്താണ്, ലാബിയോ ഉറു. ആ ലാബിയോ ഉറുവിനെ ഡിസ്കവർ ചെയ്തത് എവിടെ നിന്നാണ്, ലാബിയോ ഉറുവിനെ ഡിസ്കവർ ചെയ്തത് ചന്ദ്രഗിരി റിവറിൽ നിന്നും. ഈ ലാബിയോ ചെക്കയുടെ ഡിസ്കവർ ചെയ്തത് ചാലക്കുടി റിവറിൽ നിന്നുമാണ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാബിയോ ചെക്കേഡ എന്ന് പറയുന്ന ഫിഷ്, ഇത് ലാബിയോ ഉറു എന്ന് പറയുന്ന ഫിഷ്. അപ്പോൾ ഇന്ന് നമ്മളെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറെക്കുറെ കറണ്ട് അഫയേഴ്സ് നമ്മളിന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.